ശ്രദ്ധേയനാണ് അദ്ദേഹം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനതൂബു ഇലൈഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വസയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ വഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ വസഈമുൽ മുത്തഖീൻ വഇമാമുൽ മുസ്ലിമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വാഹിരീൻ വഉമ്മഹാത്തിൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സഹോദര സഹോദരിമാരെ, സദസ്സിലിരിക്കുന്ന നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണൂർ മുസ്ലിം ഹെറിറ്റേജ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സോളിഡാരിറ്റി കമ്മിറ്റി നടത്തിയ ഐതിഹാസികമായ ഈ കോൺഗ്രസ് ഔദ്യോഗികമായി സമാപിക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. കണ്ണൂർ കേരളത്തിനും കേരള മുസ്ലിം സമുദായത്തിനും നൽകിയ ചരിത്രത്തിൻ്റെ ഈടുവെപ്പുകൾ 2 ദിവസങ്ങളിലായി വിശദമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ഒട്ടുമിക്ക നവോത്ഥാന ശ്രമങ്ങളിലും കണ്ണൂർ മുസ്ലിം സമൂഹത്തിൻ്റെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത നിധി തുടങ്ങിയത് കണ്ണൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ വിധവ പുനരധിവാസ പദ്ധതി 1920കളിൽ ആരംഭിച്ചത് കണ്ണൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ അറബി മലയാള ഖുർആൻ പരിഭാഷ ഇറങ്ങിയത് നമുക്കറിയാവുന്നതുപോലെ കണ്ണൂരിലാണ്. ഖുർആനിലെ കുറിച്ച് ആദ്യത്തെ ഏറ്റവും ബൃഹത്തായ അറബി വ്യാഖ്യാന ഗ്രന്ഥം ഇറങ്ങിയതും കണ്ണൂരിലാണ്. സയ്യിദ് ഇസ്മായിൽ ഷിഹാബുദ്ദീൻ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠൻ 4000-ലധികം പേജുകളുള്ള 7 വാള്യങ്ങളുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വശ്യമനോഹരമായ അറബി വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം കണ്ണൂർക്കാരനാണ്. ബഹുമാനായ ഷഹീദ് സയ്യിദ് കുത്തുബിൻ്റെ ഭാഷാശൈലിയാണ് അദ്ദേഹം അതിലുപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നും തലയെടുപ്പുള്ള ലോകത്തെ ഹദീസ് പണ്ഡിതൻ, ഉലൂമുൽ ഹദീസിൽ 7 ഗ്രന്ഥങ്ങൾ രചിച്ച് അൾജീരിയ, മൊറോക്കോ, ഈജിപ്ത്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ, ബൈറൂത്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കുന്ന ഉലൂമുൽ ഹദീസിൻ്റെ ബൃഹത്തായ 7 ഗ്രന്ഥങ്ങൾ രചിച്ച ഡോക്ടർ ഹംസ അൽ മലൈബാരി കണ്ണൂറുകാരനാണ്. ഇന്നും അറബ് സാഹിത്യ ലോകത്ത് നടക്കുന്ന സാംസ്കാരിക സംഗമങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ആ പ്രബന്ധങ്ങൾ ഇൻ്റർനാഷണൽ കോൺഫറൻസ് പ്രൊസീഡിങ്സിൽ പ്രസിദ്ധീകരിക്കുകയും അറബി സാഹിത്യകാരന്മാരുമായി കേരളത്തിൽ തന്നെ ഇന്നും അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ജനാബ് BA കബീർ സാഹിബ് കണ്ണൂർക്കാരനാണ്. അതുപോലെ പത്രലോകത്ത് ഇന്ന് നമുക്കറിയാം VK ഹംസ സാഹിബിനെ നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ടാവും. ഇന്നും കേരളത്തിൻ്റെ പത്രലോകത്ത് തലയെടുപ്പുള്ള ഒരു പത്രപ്രവർത്തന ബന്ധം ആഗോളതലത്തിൽ വികസിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം.
അതുപോലെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട 3 സഭകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ദീനുൽ ഇസ്ലാം സഭ, രണ്ടാമത്തത് കണ്ണൂർ മുസ്ലിം ജമാഅത്ത്, മൂന്നാമത്തെ സർവൻസ് ഓഫ് ഇസ്ലാം പയ്യന്നൂർ ആൻഡ് കണ്ണൂർ. ഈ 3 സഭകൾ കേരളത്തിലെ നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകൾ. എൻ്റെ അടുത്ത പ്രദേശമായ മഞ്ചേരിയിൽ കേരളത്തിലെ നവോത്ഥാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച ഹിദായത്തുൽ മുസ്ലിമീൻ്റെ സ്ഥാപക മെമ്പർമാരിൽ ഒരാൾ വളപട്ടണത്തുള്ള കുഞ്ഞിമായിൻ ഹാജി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫറൂഖ് കോളേജിൻ്റെ സ്ഥാപകരിൽ പ്രധാനിയാണ് അദ്ദേഹം. അപ്പം ഇന്ന് കേരളത്തിലെ കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലെ ധാരാളക്കണക്കിന് കണ്ണൂർ മുസ്ലിം ജമാഅത്തും അതുപോലെ ദീനുൽ ഇസ്ലാം സഭയും ആലപ്പുഴയും കോട്ടയത്തുമൊക്കെയുള്ള ഇശായത്തിൻ്റെ പഴയ രേഖകൾ ഒരുപക്ഷെ ആർക്കൈവ്സിലുണ്ടാവും. നിങ്ങൾ തപ്പി നോക്കിയാൽ അവരെ കൊടുത്ത സാമ്പത്തിക സഹായവും സഹകരണവും വളരെ വലുതാണ്. ഇവിടെ നിന്ന് ധാരാളം ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ധാരാളം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തകരെ ആ ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലേക്ക് ആളുകളെ നിയോഗിച്ചത് ഈ 2 സഭകളാണ്. സർവൻസ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന കൂട്ടമാണ്. കേരളത്തിൽ ആദ്യത്തെ സന്നദ്ധ സേവന സംഘം രൂപീകരിച്ചതും കണ്ണൂരിലാണ്. വളണ്ടിയർ കോർ സർവൻ്റ് ഓഫ് ഇസ്ലാമിൻ്റെ കീഴിൽ നമുക്ക് ഈ സദസ്സിൽ ഒറ്റുപക്ഷെ പെട്ടെന്ന് പരിചയപ്പെടുന്ന IRW പോലെ ഇതിൻ്റെ ആദ്യത്തെ രൂപം കേരളത്തിൽ സ്ഥാപിക്കുകയും സന്നദ്ധ സേവന സംഘങ്ങളിലേക്ക് ചിട്ടയായ ഒരു വ്യവസ്ഥ ക്രമീകരിച്ച് ബൈലോ പുറത്തിറക്കിയ സർവൻ്റ് ഓഫ് ഇസ്ലാമിൻ്റെ വളണ്ടിയർ കോർ കേരളത്തിൽ ആദ്യം രൂപീകരിച്ചത് കണ്ണൂരിലാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇനിയും നിങ്ങളുടെ അറിവിൽ എന്നെക്കാൾ ഉണ്ടാവാം. ഞാൻ അന്വേഷിച്ചതും കണ്ടെത്തിയതുമായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പ്രതിപാദിച്ചത്. അങ്ങനെ ധാരാളം ആളുകളുടെ ചരിത്രം ഇന്നും കണ്ണൂരിൻ്റെ ഭൂമികയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ഷെയ്ഖ് ഹംസ അൽ മലബാരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ അടുത്ത് UAE കവിയായ ഷെയ്ഖ് ജാസിം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കവിതയിലെ ഒരു വാക്ക് ഇങ്ങനെയാണ്: ഷെയ്ഖ് ഹംസ വഴി തുറന്നപ്പോൾ ഊഹങ്ങളുടെയും തിരശ്ശീലകളുടെയും മേഘങ്ങൾ തെന്നിമാറി എന്നാണ്. അറബികൾ പോലും ഈ മലൈബാരിയുടെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അറബികളുടെ ഇടയിലുണ്ടായിരുന്ന ഒരുപാട് ഹദീസ് വിഷയങ്ങളിലെ തീർപ്പുകൽപ്പുകൾ അല്ലാമ സഹീഹ് അൽബാനിയുടെ നാസറുദ്ദീൻ അൽബാനിയുടെ ഹദീസിൻ്റെ തഖ്രീജ് വരെ ഉലൂമുൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചിട്ടപ്പെടുത്തുകയും അതിലുള്ള ദഈഫുകൾ വരെ പിടിച്ച് ഭൂതിയ ഗ്രന്ഥം രചിക്കുകയും വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്ത അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്, നമുക്കറിയാവുന്നതുപോലെ. അപ്പം ഇങ്ങനെ 705 പേജുള്ള മൊറോക്കൻ യൂണിവേഴ്സിറ്റിയിലെ റഫറൻസ് ഗ്രന്ഥം ഉലൂമുൽ ഹദീസിൽ അദ്ദേഹത്തിൻ്റെതാണ്. അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു കണ്ടിന്യൂ നമ്മൾ ചരിത്രത്തിൽ അവസാനിച്ചിട്ടില്ല എന്നതിനാണ് ഞാൻ അദ്ദേഹത്തെ കുറേ കൂടി ഊന്നി പറയുന്നത്. തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് അറിയപ്പെട്ട ധാരാളം കോണ്ടാക്റ്റുകൾ, ബന്ധങ്ങൾ വിവിധ രാജാക്കന്മാരുമായി, ഇവിടെ പ്രബന്ധങ്ങളിലൊക്കെ അത് അവതരിപ്പിച്ചു, തുർക്കി സുൽത്താനുമായി അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്ന അറക്കൽ രാജസ്വരൂപം, അതുപോലെ തന്നെ അറക്കൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു രാജവംശം എന്ന നിലയിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന അറക്കൽ രാജവംശത്തെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ ഒട്ടുമിക്ക സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലും വളരെ നേരത്തെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഇടപെടലുകൾ നടത്തിയ ഒരു ചരിത്രം കണ്ണൂരിലെ മുസ്ലിം സമൂഹത്തിനുണ്ട്. ധാരാളം വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ പേര് സമയ ദൈർഘ്യം കാരണം ഞാൻ ഉദ്ധരിക്കുന്നില്ല. ധാരാളം ആളുകൾ, ഒരുപക്ഷെ ചില ആളുകളൊക്കെ നമ്മൾ പ്രബന്ധങ്ങളിൽ കേട്ടിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള ഒരു ചരിത്രം അത് പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. ഈ സമൂഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫാസിസം നിലനിൽക്കുന്നത് തന്നെ മിഥ്യയായ ചരിത്രത്തിൻ്റെ പേരിലാണ്. സുബ്രഹ്മണ്യ കമ്മീഷൻ റിപ്പോർട്ട്, അദ്ദേഹം വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെക്കുറിച്ച് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യനൈസ് അവർ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഇന്ത്യവൽക്കരിക്കുക എന്നാണ്, ഭാരതീയവൽക്കരിക്കുക എന്നാണ്. എന്നിട്ട് അതിൽ പറയുന്നത് സ്കൂൾ തുടങ്ങുമ്പോൾ പ്രാർത്ഥനാവാചകങ്ങൾ ഉച്ചരിക്കുന്നതിനു പകരം സരസ്വതി പൂജ നടത്തണമെന്നാണ്. അതുപോലെ സ്കൂൾ വിടുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ദേശീയ ഗാനമാണ് എല്ലാ സ്കൂളിലും സ്വീകരിക്കാറുള്ളത്. അതിനു പകരം സ്വീകരിക്കേണ്ടത് സൂര്യ നമസ്കാരമാണ് എന്നാണ്. അതുപോലെ ബ്രാഹ്മിൻ വന്ദൻ ഭൂമി പൂജ
തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ സംസ്കാരത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, അത് തത്വത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2019 അവരെ ഡ്രീം ടാർഗറ്റ് പൂർത്തീകരിച്ചാലാണ് ഈ വിദ്യാഭ്യാസ കമ്മീഷൻ. പക്ഷേ UP, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നേരത്തെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചരിത്രത്തെ ഒരർത്ഥത്തിൽ മാറ്റിമറിക്കുന്നതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ച സമയത്ത് ഇസ്രായേലിനെ കുറിച്ച് ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം. ഇസ്രായേലുകൾ, ലോകത്തെ ജൂതന്മാർ മുഴുവൻ, സയനിസ്റ്റുകളുടെ പ്രലോഭനത്തിൽ വശംചുതരായ ജൂതന്മാർ മുഴുവൻ ഇസ്രായേലിലേക്ക് ഒഴുകുകയാണ്, ഫലസ്തീനിലേക്ക് ഒഴുകുകയാണ്. ഫലസ്തീനിൽ എത്തിപ്പെട്ട സമയത്ത് അവർക്ക് അവരുടെ അപരിചിതത്വം തോന്നുകയാണ്. ചുമരിൽ അറബി അക്ഷരങ്ങൾ കാണുകയാണ്. നടന്നു പോകുന്ന പള്ളിയുടെ ശ്മശാനങ്ങളിൽ അവിടെ ശിലാഫലകങ്ങൾ രേഖപ്പെടുത്തിയതെല്ലാം അറബി പേരുകളാണ്. അതുപോലെ തന്നെ അവരുടെ കടക്ക്, അതുപോലെ അവരുടെ സാംസ്കാരികമായ എടുപ്പുകൾക്ക്, ബിൽഡിങ്ങുകൾക്കെല്ലാം അറബി പേരാണ്. ഏതോ ഒരു അന്യരാജ്യത്ത് എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. കാരണം ജീവിക്കുന്ന ചുറ്റുപാട് മുഴുവൻ അറബൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിൽ ജൂതന്മാർക്ക് ജീവിക്കണമെങ്കിൽ ഈ സംസ്കാരം തുടച്ചു മാറ്റണം എന്നവർ തീരുമാനിക്കുകയാണ്. ആദ്യമായി ഇസ്രായേലിന്റെ ബുൾഡോസർ ഫലസ്തീനിൽ കയറിയത് പള്ളിമൂലകളില്ല ശ്മശാനങ്ങളിലേക്കായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എടുപ്പിൽ ഉയർക്കപ്പെട്ട ഫലകങ്ങളെല്ലാം തരിപ്പണമാക്കി ഇസ്രായേൽ അവരുടെ അറബി ചുവകൾ മാറ്റുകയാണ്, ഹീബ്രു വൽക്കരിക്കുകയാണ്, അന്യതാബോധം തുടച്ചു മാറ്റുകയാണ്. ചരിത്രത്തെ ബുൾഡോസർ വെച്ച് നിരത്തി സയനിസ്റ്റുകൾ സ്ഥാപിച്ച രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേലാണ് ഇതിന് ഇന്ത്യ രാജ്യത്തിന്റെ മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സാലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, സംസ്കാരങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ആ സ്ഥലനാമങ്ങളും പള്ളികളുമെല്ലാം. അതുകൊണ്ട് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ സംഘപരിവാർ മുഴക്കിയ മുദ്രാവാക്യം ഇത് ഞങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസാണ്, ഇതൊരു ഞങ്ങളുടെ സൂചന മാത്രമാണ്. അബി, കാശി, മധുര ബാക്കി ഹേ, ഇനിയും ധാരാളം സംസ്കാരങ്ങൾ തച്ചുടക്കാനുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ തച്ചുടക്കേണ്ട സംസ്കാരത്തെ ഒരു സുപ്രഭാതത്തിൽ തച്ചുടക്കാൻ സംഘപരിവാർ ഒരിക്കലും തയ്യാറല്ല. അതിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുകയാണ്, അതിന്റെ അടിസ്ഥാനത്തെ തിരുത്തിയെഴുതുകയാണ്. അങ്ങനെ എല്ലാവർക്കും തോന്നുകയാണ് ഇത് തകർക്കേണ്ടതാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ മാറ്റിമറിക്കുക എന്നതാണ് ചരിത്രത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് വൽക്കരണം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറയുന്നത് വ്യാജ ചരിത്രത്തിന്മേൽ നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫാസിസത്തെ ടാർഗറ്റ് ചെയ്യുകയും ഫാസിസത്തോട് മുഖാമുഖം അഭിമുഖീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാല് ആഴ്ത്തി നിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഫാസിസവുമായി മുഖാമുഖം ചെയ്യുന്ന ഒരു യുദ്ധമാണ്, മുഖാമുഖം ചെയ്യുന്ന ഒരു യുദ്ധമാണ്. കാരണം നമ്മുടെ മണ്ണിൽ അടിയുറച്ച് കാലുറപ്പിച്ച് നിർത്താനുള്ള ശേഷി ആർജിച്ചെടുക്കുക എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 30 രാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ അധിനിവേശം ചെയ്ത സമയത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്നാണ് ബ്രിട്ടീഷുകാരെ നമ്മൾ വിളിച്ചിരുന്നത്. ഒരു രാജ്യത്ത് സൂര്യൻ അസ്തമിച്ചാൽ മറു രാജ്യത്ത് സൂര്യൻ ഉദിച്ചിരിക്കും. അത്ര വിശാലമായ ഭൂമി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയായ ബ്രിട്ടീഷുകാർക്ക് 30 രാജ്യങ്ങൾ ഭരിച്ചിട്ടും 30 രാജ്യങ്ങളിലും സമാന്തര രാജ്യം തീർത്ത് ബ്രിട്ടീഷുകാരെ ഞെട്ടിവിറപ്പിക്കാൻ സാധ്യമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏറെ നാടിലൊഴികെ, മലബാറിലൊഴികെ സുൽത്താൻ ഷഹീദ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സമാന്തര രാജ്യം തീർത്ത് 6 മാസം ബ്രിട്ടീഷുകാരനായ ഒരു സൈനികന് പോലും മലബാറിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല എന്നാണ്. മലബാറിലെ നല്ലൊരു പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അന്തസ്സും അഭിമാനവുമുള്ള ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. നമുക്ക് റാണി ലക്ഷ്മിബായിയെ ചരിത്രത്തിൽ അറിയാം. കുതിരപ്പുറത്തേറി ബ്രിട്ടീഷുകാരോട് മലബാറിന്റെ തെരുവിൽ പടപൊരുതിയ വാര്യംകുന്നത്തിന്റെ ഭാര്യ മാളു ഹജ്ജുമയെ ചരിത്രം ഓർക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വാര്യംകുന്നത്തിന് പകരം നമ്മളെല്ലാം അധിനിവേശ വിരുദ്ധത്തിന്റെ ഐക്കണായി സ്വീകരിക്കുന്നത് സഖാബ് ചെഗുവേരയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ സാധാരണ ആളുകളെ വെടിവെച്ച് കൊല്ലാറുണ്ട്. വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് കണ്ണുകെട്ടിയിട്ടാണ് വെടിവെച്ച് കൊല്ലാറുള്ളത്. അതുപോലെ തന്നെ തലയുടെ പിൻഭാഗത്താണ് നിങ്ങൾ കൊല്ലാറുള്ളത്. എന്റെ ഒരു അന്തിമാഗ്രഹമുണ്ട്, നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ കണ്ണിന്റെ കെട്ടഴിക്കണം, നെഞ്ചത്ത് വെടിവെക്കണം, ഞാൻ മരിച്ചു വീഴുമ്പോൾ ഈ രാജ്യത്തിന്റെ മണ്ണ് ചുംബിച്ച് മരിക്കണമെന്ന് അന്തിമ വസിയത്ത് രേഖപ്പെടുത്തിയ ഷഹീദ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്കെതിരെ തീർത്ത സമാന്തര രാജ്യം ചരിത്രത്തിൽ, ബ്രിട്ടീഷുകാരന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരെ കുറിച്ച് അതിനെ പിടിക്കാനാണ്, ബ്രിട്ടീഷുകാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിക്കാൻ മാത്രമാണ്
ഏകദേശം 9 രാജ്യങ്ങളിലെ ബറ്റാലിയൻ മലബാറിൽ വിന്യസിപ്പിച്ചത്. അതിനാദ്യം അവർ കൊടുത്ത പേര് MSF എന്നാണ്, മലബാർ സ്പെഷ്യൽ ഫോഴ്സ് എന്നാണ്. പിൽക്കാലത്ത് MSP എന്ന പേരിൽ അറിയപ്പെടുന്ന പോലീസ് സംവിധാനം ഉണ്ടായത് വാര്യംകുന്നത്ത് എന്ന് പറയുന്ന ഒറ്റ ധീരദേശാഭിമാനിയെ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ഒരു ഫോഴ്സിന്റെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിന്റെ പേരാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ഇതിഹാസങ്ങളുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിഹാസങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മലബാറിലെ മുസ്ലിം എന്ന് പറയുന്ന എല്ലാ മേഖലയിലും, പോരാട്ടത്തിന്റെ മാത്രമല്ല, ബിസിനസ്സുകളുടെ 6 ഭാഷകളിലെ ഡിക്ഷണറി കേരളത്തിൽ പ്രസിദ്ധീകരിച്ചത് മുസ്ലിം സമുദായമാണ്. 6 രാജ്യത്ത് 6 ഭാഷകളിലുള്ള ഡിക്ഷണറി എന്ന് പറയുന്നത് ഇന്നും നമുക്ക് കാണാൻ കഴിയാത്ത ഡിക്ഷണറിയാണ്. അതുപോലെ തന്നെ 17ഓളം വള്യങ്ങളുള്ള മെഡിക്കൽ വൈദ്യശാസ്ത്ര ഗ്രന്ഥം അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ മുസ്ലിം സമുദായമാണ്. അപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോണിലൂടെ കാണാൻ കഴിയുന്ന വിദ്യാഭ്യാസമില്ലെങ്കിലും ലോകത്തിനിടപഴകുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബന്ധം പുലർത്തുന്ന തരത്തിലുള്ള വിദേശ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ആഗോള ബന്ധങ്ങൾ എല്ലാം നമുക്കറിയാം. വാര്യംകുന്നത്തിനെ കുറിച്ച് തന്നെ ചരിത്രം പഠിപ്പിക്കുന്നത് അദ്ദേഹം ധരിച്ചിരുന്ന തുർക്കി തൊപ്പിയായിരുന്നുവെന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തുർക്കി മോതിരമാണെന്നാണ്. തുർക്കി മെയ്ഡ് തസ്ബീഹ് മാലയാണ് അദ്ദേഹം പോക്കറ്റിലിട്ട് നടന്നിരുന്നെന്നാണ്. എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ അത് ക്വാളിഫൈയുള്ള ഒരു ഗുണമേന്മയുള്ള വസ്തുവായത് കൊണ്ടല്ല. തുർക്കി എന്ന് പറഞ്ഞാൽ ഖിലാഫത്തിന്റെ ആസ്ഥാനമാണ്. ഇസ്താംബൂളും അങ്കാറയും ഷഹീദ് ഹസനുൽ ബന്ന പറയാറുണ്ട്, എനിക്ക് അങ്കാറ കാണാൻ ഇഷ്ടമുണ്ട്, ഇസ്താംബൂൾ കാണാൻ ഇഷ്ടമുണ്ട്. ലോകത്തെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം അങ്കാറയും ഇസ്താംബൂളും ആയതുകൊണ്ടല്ല, ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമായ സ്ഥലം ഒന്ന് കാണുക എന്നതെന്റെ ജീവിതാഭിലാഷമാണെന്ന് ഷഹീദ് ഹസനുൽ ബന്ന പറഞ്ഞതുപോലെ തുർക്കി തൊപ്പി ധരിച്ച് ഒരു ഖിലാഫത്തിന്റെ കണക്ഷൻ രേഖപ്പെടുത്തിയ ആ ഖിലാഫത്തിനെ തകർക്കാൻ ബ്രിട്ടീഷുകാര് ഈ രാജ്യത്ത് നടത്തിയ ശ്രമങ്ങളെ തച്ചു തകർക്കാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളും ഒഴുക്കിയ അദ്ദേഹത്തിന്റെ ബറ്റാലിയനിൽ 17% മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്. 17% മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ പ്രതിജ്ഞ ചെയ്യുന്ന വാചകം സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്താണ്. കുല്ലിൻ കാന ബഅഉകും വബനാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംബാലുൻ ഇക്തറഫ്തുമുഹ എന്ന് പറയുന്ന ഈ ആയത്ത് ഓതിയിട്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൈവച്ച് സൈന്യം ബൈനത്ത് ചെയ്യാറുള്ളത്. ഹിന്ദു സഹോദരന്മാരായ ആളുകളും ഈ ആയത്തിന്റെ മലയാളം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നുവെന്ന് ഹിച്ച്കോക്ക് രേഖപ്പെടുത്തുകയാണ്. ഇത് സാഹോദര്യത്തിന്റെ ചരിത്രമാണ്, സൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ്. കണ്ണൂരിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് സാഹോദര്യത്തിന്റെ, ഫ്രട്ടേണിറ്റിയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഹവർത്തിത്വത്തിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ നേരത്തെയുള്ള പേപ്പറുകളിൽ പ്രതിപാദിച്ചത് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചരിത്രം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം ആദർശബന്ധിതമായി ജീവിച്ച കാലഘട്ടത്തിൽ അവർ നിർവഹിച്ച ഏറ്റവും പ്രധാനമായ ഒരു ദൗത്യമാണ്. അതിനാരെയും കൈയൊഴിയുകയോ ആദർശം വലിച്ചെറിയുകയോ ചെയ്യേണ്ട ഒരാവശ്യമല്ല. അതാണ് നമുക്കറിയാവുന്നത് പോലെ ആലി മുസ്ലിയാർ എന്ന് പറയുന്നത് മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മുടെ കണ്ണൂരിലടക്കം അതുപോലെ തന്നെ കോഴിക്കോട് പ്രദേശങ്ങളിലെ പല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും നേതൃത്വം വഹിച്ചിരുന്ന ആലി മുസ്ലിയാരുടെ ശിഷ്യന്മാരായിരുന്നു. ആലി മുസ്ലിയാരെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ ഫെബ്രുവരി 17 രക്തസാക്ഷിയായ ആലി മുസ്ലിയാരുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറല്ലാതെ വന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഞങ്ങൾ ഇത് ദഹിപ്പിക്കുകയാണ്, കരിച്ചു കളയുകയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ കോട്ടക്കുന്ന് മൈതാനിയിൽ ചെരുവിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നതിന് ശേഷം അദ്ദേഹത്തെ കരിച്ചു കളഞ്ഞുവെന്നാണ്. മദ്രാസ് ആർക്കൈവ്സിൽ അതിന്റെ വീഡിയോ ഉണ്ട്. 2 മണിക്കൂർ 50 മിനിറ്റ് നിന്ന് ഒരു മനുഷ്യനും ഒരു ചരിത്രവും കത്തുന്ന രേഖ നമുക്ക് മദ്രാസിൽ കാണാൻ കഴിയുന്നതാണ്. ആലി മുസ്ലിയാരെയും അങ്ങനെ ചെയ്യണമെന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ചതാണ്. അവസാനം എല്ലാവരും വലിയ പ്രക്ഷോഭമുണ്ടാക്കും എന്ന് വിചാരിച്ചപ്പോൾ അവരൊരു തീരുമാനമെടുത്തു, നിങ്ങളൊരു സംഘടനയുടെ ലെറ്റർ പേഡിൽ എഴുതുക, ആലി മുസ്ലിയാരുടെ മയ്യത്ത് വിട്ടു കിട്ടണമെന്ന്. അങ്ങനെ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്നും ചെന്നൈയിലുള്ള മലബാർ മുസ്ലിം അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. ആ സംഘടന രൂപീകരിച്ച് ലെറ്റർ പേഡിലുള്ള പ്രദേശങ്ങളിൽ വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മമ്പറം ഫസൽ പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന നവോത്ഥാനത്തിന് നമ്മൾ മതിൽ കെട്ടിയവരാണ്. ഏത് നവോത്ഥാനമാണ് നമ്മൾ സംരക്ഷിച്ചു നിർത്തിയത് എന്ന് ഇപ്പോൾ നമ്മൾ പുനരാലോചന നടത്തേണ്ടതാണ്. കണ്ണൂരിലെ ഈ മുസ്ലിം ഹെറിറ്റേജ് കോൺഗ്രസിനോളം ശക്തമായ ഒരു മതിലും കേരളത്തിൽ ആരും കെട്ടിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫസൽ പൂക്കോയ തങ്ങളുടെ പാരമ്പര്യമാണ്. ആരാണ് ഫസൽ പൂക്കോയ തങ്ങൾ എന്ന് പറഞ്ഞത്? ഒമാനിലെ ദോൽഫാർ എന്ന് പറയുന്ന പ്രദേശത്ത് തുർക്കി ഖലീഫ ഗവർണറായി നിശ്ചയിച്ച അത്ര ഭരണപാഠമുള്ളവരാണ്. അതുപോലെ തന്നെ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ പോലെയുള്ള ആള്,
അറബി മലയാളത്തിന് ലോകത്ത് ആദ്യത്തെ ഒരു ഭാഷ, കേരളത്തിൽ ആദ്യത്തിൽ ഒരു ഭാഷാ ലിപി വികസിപ്പിക്കുന്നതിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനായ ഫസൽ പൂക്കോയ തങ്ങളും നിർവഹിച്ച ദൗത്യം നമ്മൾ വിസ്മരിക്കാതല്ല. നികുതി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ ഉണ്ണിമൂസ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ നികുതി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് ഉമർ ഖാദിയാണെന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഉമർ ഖാദി ഉണ്ണിമൂസയുടെ ശിഷ്യനാണ്. ഉണ്ണിമൂസ കുറെ കാലം കണ്ണൂരിൽ സമരം ചെയ്ത പോരാളിയാണ്. കണ്ണൂരിൽ സമരം ചെയ്ത ഉണ്ണിമൂസയാണ് മഹാത്മാഗാന്ധിയുടെ ഏകദേശം 250-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഉമർ ഖാദി എന്ന് പറയുന്ന അദ്ദേഹം മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് സ്വദേശിയായ ഉമർ ഖാദി നികുതി നിസ്സഹകരണ പ്രസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയ ധാരാളം ചരിത്രം നമുക്കറിയാവുന്നതാണ്. കേരളത്തിന്റെ ഈടുറ്റ ചരിത്ര ഒരു ഉമ്മ വിളിച്ചിട്ട് പറയുന്നത്, മക്കളെ ചുവന്ന പത്രം രക്തസാക്ഷിത്വത്തിന്റെ സൂചകമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ നേർച്ചയാക്കുകയാണ്. ഏതിനു വേണ്ടി? ഒന്നെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ 6 അടി മണ്ണ് തരൂ എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പിൻഗാമികളാവാൻ നിങ്ങളെ ഈ രാജ്യത്തിന് ദാനം ചെയ്യുകയാണ്. രണ്ടാലൊരവസ്ഥയിലല്ലാതെ നിങ്ങളെ ഇനി എനിക്ക് കാണേണ്ടതില്ല. ഒന്നെങ്കിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ മുന്നിൽ രക്തസാക്ഷികളായ മയ്യത്താണ് എനിക്ക് കാണേണ്ടത് എന്നാണ്. രണ്ടാമത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ബ്രിട്ടീഷുകാരെ കീഴടക്കി വിജയിച്ചു വരുന്ന വാർത്തയാണ്. ഇതല്ലാത്ത രണ്ടാലൊരവസ്ഥയിലല്ലാതെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് 2 മക്കളെയും യാത്രയാക്കുന്ന ഉമ്മയെ നമുക്കറിയാം. ഇന്നും ആ ഫലോട് ചേർത്ത് വെച്ച് നിർഭാഗ്യവാനായ എന്റെ മകൻ എന്ന് അട്ടഹസിച്ച മാതാവ് ഫലസ്തീനിലോ ഈജിപ്തിലോ അല്ല ജീവിച്ചത്, മലബാറിലാണ് എന്ന് നമുക്കറിയാം. വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രതീകമായി ഇന്നും മലബാറിൽ ഈ ഫാത്തിമയുടെ കബറിടമുണ്ട്. 14 വയസ്സായ പെൺകുട്ടിയാണ്. ലോകത്ത് കത്തിജ്വലിക്കുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ എമ്പാടും പ്രചോദനമേകുന്ന ഒരു മയ്യിത്ത ഇന്നും അത് സുഗന്ധപൂരിതമായി നിലനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈടുറ്റ ചരിത്രങ്ങൾ ധാരാളമാണ്. ഈ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് അസഹനിഹിതമാക്കിക്കൊണ്ട് ഈ ചരിത്രം എന്ന് പറയുന്നത് ഈ ചരിത്രത്തെ കാണാതെ മാറ്റി നിർത്തിക്കൊണ്ട് 4 വരിയാണ് വാരിയംകുന്നത്തിനെ കുറിച്ച് നേരത്തെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. ഈ സർക്കാർ അത് പിൻവലിക്കണം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ 4 വരി ഇങ്ങനെയുള്ള കോൺഫറൻസുകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിന്റെ നവോത്ഥാനത്തെ ശരിയായി നിർമ്മിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാനത്തെ ആരും റാഞ്ചിക്കൊണ്ടുപോകാതെ ജാഗ്രതയുള്ള മതിൽ കെട്ടി നിർത്തുന്നത് ഇത്തരം ചരിത്ര കോൺഫറൻസുകളാണ്. കാരണം ഇത് സത്യസന്ധമായ ചരിത്രമാണ്, ഇത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ, ഈ ചരിത്രത്തെ നമുക്ക് മറച്ചു വെക്കാൻ കേരളത്തിന്റെ സത്യസന്ധമായ ചരിത്രം ഒരാവർത്തി വായിച്ചാൽ കഴിയില്ല. മഖ്ദൂമിനെയും സാമൂതിരിയും അഴിച്ചു നിർത്തി, ഖാദി മുഹമ്മദിനെയും സാമൂതിരിയെയും മാറ്റി നിർത്തി, മമ്പുറം തങ്ങളെയും കൊന്തുനായരെയും മാറ്റി നിർത്തി, ഉമറുൽ ഖാദിയെയും ഉണ്ണിമൂസയും മാറ്റി നിർത്തി, ചമ്പൻ പൊക്കരെയും ബാഴ്ഷിരാജയും മാറ്റി നിർത്തി. അതുപോലെ തന്നെ നമുക്കറിയാം അറക്കൽ രാജവംശത്തെയും ടിപ്പു സുൽത്താനെയും മാറ്റി നിർത്തി. ആരാണ് ടിപ്പു സുൽത്താൻ? ബ്രിട്ടീഷ് രേഖകളിൽ ദ റിയൽ എനിമി, ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒറ്റ ശത്രുവേ ഉള്ളൂ, ഷഹീദ് അമില്ല ടിപ്പു സുൽത്താൻ എന്ന് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയ ടിപ്പു സുൽത്താൻ ഇന്ന് മതഭ്രാന്തനാണ്. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ക്ഷേത്രക്കൊള്ളക്കാരനാണ്. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരന്മാരെ ക്രൂരമായി കൊല ചെയ്ത ആളാണ്. ചരിത്രം എന്താണ് യഥാർത്ഥത്തിൽ? ധാരാളക്കണക്കിന് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്നും കേരളത്തിലെ ഒട്ടുമിക്ക റോഡ് സൗകര്യങ്ങളും ഉണ്ടാക്കിയ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ, സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കിയ, അതുപോലെ തന്നെ ധാരാളം സജ്ജീകരണങ്ങൾ നമുക്ക് ഇന്നും തലയുയർത്തിപ്പിടിച്ച് പറയാൻ കഴിയുന്ന വലിയ വലിയ ഹൈവേകൾ പോലും ആദ്യത്തെ കാലത്ത് സഞ്ചരിച്ചത് ടിപ്പു സുൽത്താനും റോഡുണ്ടാക്കിയ ടിപ്പു സുൽത്താനുമാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ കേരളത്തിൽ ഇന്നും നമുക്ക് കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ സ്ഥാപിച്ച, ആദ്യത്തെ അടിത്തറയിട്ട ഒരു ഭരണാധികാരിയെ നമ്മൾ വർഗീയവാദിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് മാറ്റി എഴുതപ്പെടേണ്ട ചരിത്രമാണ്. സത്യസന്ധമായി കേരളത്തിന്റെ ചരിത്രം നമ്മൾ എഴുതിയാൽ ഈ സമൂഹത്തിന്റെ പാരസ്പര്യം നമുക്ക് കാണാൻ കഴിയും. പാരസ്പര്യം കേരളത്തിൽ പഠിപ്പിച്ച ആളാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലും ആദ്യത്തെ പള്ളി സ്ഥാപിച്ചെന്ന് പറയുന്നത് മാലിക് ബിൻ നമുക്കറിയാം ഹബീബ് ബിൻ ദീനാർ എന്ന് പറയും. മാലിക് ദീനാറിന്റെ പുത്രൻ ഹബീബാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചുക്കാൻ പിടിച്ചത്. സാഹോദര്യത്തിന്റെ പാഠമാണ് കേരളത്തിൽ അത് പഠിപ്പിച്ചത്. ഏതു തരത്തിലുള്ള സാഹോദര്യം എന്ന് പറയുന്നത് 40 വീടുകളിലേക്ക് അത്താഴം എത്തിക്കാതെ രാത്രി ഭക്ഷണം കഴിക്കാത്ത മാലിക് ദീനാർ എന്ന് സർദാർ KM പണിക്കർ രേഖപ്പെടുത്തിയ സാഹോദര്യം. അതുപോലെ തന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ വിശ്വാസിയല്ല. ആരാണ് നബി അയൽവാസി എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമുള്ള
40 വീടുകൾ എന്ന് പറഞ്ഞ് ആ 40 വീടുകൾ അക്ഷരാർത്ഥത്തിൽ പരിചരിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് കേരളത്തിന്റെ ഇസ്ലാമിക ആചരണം എന്ന് പറയുന്നത്. അലക്കുകാരനാണ് കേരളത്തിലെ ഒരു അലക്കുകാരൻ എന്നും കച്ചവടക്കാരൻ എന്നും ചരിത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള അപ്പു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാലിക് ദീനാർ ഒരു കടയുടെ അടുത്തിരിക്കുന്ന സമയത്ത് ആ കടയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്, ഈ കടയിൽ നീ ഉദ്ദേശിച്ച സാധനം കിട്ടും, എന്റെ കട ലുഹുറോട് കൂടി ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ സാധനം വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്കിന്ന് കിട്ടേണ്ടത് മുഴുവൻ കിട്ടി, ഇനി ഞാൻ ഇവിടെ കച്ചവടം ചെയ്താൽ അടുത്തിരിക്കുന്ന കച്ചവടക്കാരെല്ലാം പൂട്ടിപ്പോകേണ്ടി വരും എന്ന് പറഞ്ഞ് അദ്ദേഹം ചൂണ്ടിയ ചൂണ്ടൽ കണ്ട വ്യക്തിയാണ് അപ്പു എന്ന് പറയുന്ന സാധാരണക്കാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ മുസ്ലിം എന്ന് കേരളത്തിലെ സർദാർ KM പണിക്കർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ സഹവർത്തിത്വം സാഹോദര്യമൊന്നും നമുക്കാരും പഠിപ്പിച്ചു തരേണ്ട ഒരു വിദ്യാഭ്യാസമല്ല. സാമ്രാജ്യത്വ അധിനിവേശ വിരുദ്ധം എന്ന് പറയുന്നത് ലോകത്തലയൊലിച്ചുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്ന് അല്ല നമ്മൾ സ്വീകരിച്ചത്. അൽ ജസാഇരിയും ആലി മുസ്ലിയാരും അതുപോലെ തന്നെ ഉമർ അൽ മുക്താറും വാരിയങ്കുന്നത്തും ചെമ്പൻ പോക്കരും ഉണ്ണിമൂസയും അതുപോലെ തന്നെ ഉമർ ഖാലിയും സയ്യിദ് അലവി തങ്ങളും മമ്പറമ്പസൽ പൂക്കോയ തങ്ങളും അടക്കമുള്ള അനേകം ആളുകൾ കത്തിജ്വലിപ്പിച്ചു നിർത്തിയത് അക്ഷരാർത്ഥത്തിൽ ആദർശ പ്രേരിതമായ ഒരു പോരാട്ടമാണ്. അടിമത്തം ഒരു നിമിഷം പോലും ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന്റെ ചവിട്ടേറ്റ് ആ 100 കണക്കിന് സ്ത്രീകൾ എല്ലുനുറുങ്ങിയിട്ടുണ്ട് മലബാറിൽ. എന്തിന്റെ പേരിലാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി ദേഹത്ത് മുഴുവൻ ഉണങ്ങിയ പുല്ലും ചമ്മലും വെച്ച് ഒഴിഞ്ഞു നിന്ന 100 കണക്കിന് സ്ത്രീകൾ അവരുടെ വാരിയെല്ലുകൾ ഒടിഞ്ഞ ചരിത്രം കളക്ടർ മക്കെയിൻ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ രേഖകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ അനേകം സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ശവകുടീരങ്ങൾ ഇന്ന് നമുക്ക് വിവിധ സെമിത്തേരികളുടെ പിറകുവശത്ത് ആരും അറിയാതെ മറമാടിയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അത്ര കനത്ത നാട്ടുനട്ടങ്ങൾ ഏൽപ്പിക്കാൻ ഈ സമൂഹത്തിന് സാധിച്ചത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് അവർക്ക് പാരമ്പര്യമുണ്ടായത് കൊണ്ടാണ്. സർവോപരി ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ആശയമുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഉയർത്തിപ്പിടിച്ച ഏറ്റവും ഉന്നതമായ ഒരു വശമാണല്ലോ ഇസ്ലാമിന്റെ വിമോചനം എന്ന് പറയുന്നത്. അത് ഈ പാരമ്പര്യത്തിലുണ്ട്, അത് ഈ ചരിത്രത്തിലുണ്ട്, അത് കണ്ണൂരിന്റെ മണൽത്തരികൾ നമ്മോട് പറയുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കുഴിച്ചു മൂടാൻ ആര് മറച്ചു വെച്ചാലും, ആരേത് വർഗവൈരുദ്ധ്യാധിഷ്ഠിത ഭൗതിക ലോകത്തിന്റെ വീക്ഷണത്തിൽ ചരിത്രത്തെ മറച്ചെഴുതിയാലും ശരി, ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏടുകളായി മണൽത്തരികളായി ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങൾ നിങ്ങൾ തുടച്ചു നീക്കാൻ ശ്രമിച്ചാലും ആ നീങ്ങാതെ മായാതെ ജ്വലിച്ചു നിന്ന് പേമാരി കണക്ക് സുഗന്ധം വഹിക്കുന്ന അനേകം ഓർമ്മകളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് ചേർത്ത് പിടിച്ചൊരു പുസ്തകത്തിലേക്കാൻ, അത് ചേർത്ത് പിടിച്ചൊരു കോൺഫറൻസിൽ നമ്മൾ അനുസ്മരിക്കുവാൻ, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറയാനും സംശയങ്ങൾ തീർക്കാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനുമുള്ള ഈ സദസ്സ് നമ്മൾ ഒരുക്കിയത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ, നമുക്കറിയാം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ പ്രചോദിതമായി കേരളത്തിൽ വരുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഹിസ്റ്ററി കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെറിറ്റേജ് കോൺഗ്രസ് എന്ന് പറയുന്നത് അണമുറിയാത്ത സഹവർത്തിത്വത്തിന്റെ ചരിത്രമാണ്. ആദർശബന്ധിതമായി ലോകത്ത് വിമോചനം മതത്തിന്റെ ഭാഗമാണെന്ന് പൊന്നാനിയുടെ കളരിയിൽ നിന്നും പഠിച്ചിറങ്ങിയ അനേകം ശിഷ്യന്മാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഞ്ഞായിൻ മുസ്ലിയാരെ പോലെയുള്ള കേരളത്തിന്റെ തലശ്ശേരിക്കടുത്ത് താമസിച്ച അനേകം മതപണ്ഡിതന്മാർ കേരളത്തിൽ ആ വിളക്ക് കത്തിച്ച് പ്രോജ്വലിപ്പിച്ച അധിനിവേശ വിരുദ്ധ വികാരം, വിമോചനത്തിന്റെ മതമെന്ന ആശയം കത്തിജ്വലിപ്പിച്ചു നിർത്തുന്നതിന്റെ തുടർച്ചയാണ് ഈ ഹെറിറ്റേജ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, സഹവർത്തിത്വത്തിന്റെയും സഹോദര്യത്തിന്റെയും മാത്രമല്ല, ആര് മായിച്ചാലും മറിച്ചെഴുതിയാലും ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ പോളിസി സ്റ്റഡി സെന്ററുകൾ ഉപയോഗിച്ചും ഏത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിച്ചും ഈ ചരിത്രത്തെ കാവ്യവൽക്കരിക്കുവാനും ഭാരതീയവൽക്കരിക്കാനും ശ്രമിച്ച് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ജനതയില്ല എന്ന് സ്ഥാപിച്ചാലും ബ്രിട്ടീഷുകാരന്റെ അരമനയിൽ ഒരു ഗർജനം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. 6 അടി മണ്ണ് തരൂ, ഒന്നെങ്കിൽ സ്വാതന്ത്ര്യം തരൂ എന്ന്. ആ ഗർജനത്തിന്റെ തുടർച്ചയാണ്. നിങ്ങൾ 3 പിടി മണ്ണ് കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കണം, എന്റെ അന്തിമാഗ്രഹം അതാണ്. ലോകത്തെവിടെ വെച്ച് എന്നെ കുഴിച്ചുപൂടിയാലും എന്റെ കബറിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ എന്ന് പറഞ്ഞ് 3 പിടി മണ്ണിടുമ്പോ അത് ഈ രാജ്യത്തിന്റെ മണ്ണാവണം എന്ന് പഠിപ്പിച്ച സുൽത്താൻ ബഹദൂർ ഷാ സഫറിന്റെ ധീരോത്തമായ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ 2 ദിവസങ്ങളായി വിവിധങ്ങളായ ചർച്ചകളിലൂടെ, സമ്മേളനങ്ങളിലൂടെ, സംസാരങ്ങളിൽ നിർവഹിച്ചത്. അതുകൊണ്ട് ഇതൊരു വലിയ ഒരു രാഷ്ട്രീയവും ആത്മീയവുമായ പ്രവർത്തനമാണ്. സർവോപരി
ഫാസിസത്തിന്റെ യുദ്ധക്കളത്തിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് ചരിത്രമെന്ന തിരിച്ചറിവാൻ. ആ തിരിച്ചറിവ് നമ്മൾ അടിയറ വെക്കാതെ ഉണർന്നേൽക്കുന്ന ചരിത്രങ്ങൾക്കാണ് മറച്ചുവെക്കാൻ താഴ്ന്ന ഫാസിസം എന്ന വ്യാജ നിർമ്മിക്കെതിരെ സത്യസന്ധമായ ചരിത്രത്തെ അനേകം കളവുകൾ സ്ഥാപിച്ചുകൊണ്ട് നിലനിൽക്കാൻ പാടുപെടുന്ന, വീടാൻ വേണ്ടി തുനിഞ്ഞു നിൽക്കുന്ന ഫാസിസത്തെ പിന്നിൽ നിന്ന് തള്ളിയിടാൻ കഴിയുന്ന ഒരു ചരിത്രമുണ്ട്. ബത്തുതയുടെ ചരിത്രമാണ്, സത്യസന്ധതയുടെ ആവർത്തിയാണ്. അതുകൊണ്ട് കണ്ണൂരിലെ ഒരു പ്രദേശത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് പല ആളുകളെയും വിരളി പിടിപ്പിക്കുന്നതാണ്. അത് പല ആളുകൾക്കും പ്രയാസവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ ഇതിന്റെ വിമർശനങ്ങൾ ഇനിയും കോൺഫറൻസുകളായി ഈ വേദിയിൽ തന്നെ നടക്കാവുന്നതുമാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചരിത്രത്തിന്റെ സത്യസന്ധതയിലേക്ക് ഒരാവർത്തി ഊളിയിട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സത്യസന്ധമായ ചരിത്രമാണ് കേരളത്തിന്റെ അറബിക്കടലിൽ ചോരചുന്തിയ പോർച്ചുഗീസുകാർക്കെതിരെ മരക്കാന്മാർ ആലോചിച്ചു നോക്കൂ. തല കഴുത്തിൽ വെച്ച് ഗോവയിൽ വാസ്കോഡഗാമയുടെ പോർച്ചുഗീസുകാർ മാടിനെയും വെട്ടുന്ന മുട്ടിയിലാണ് മരക്കാർമാരെ വെച്ചത്. രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. ഒന്നെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാവൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ്. രണ്ടും സ്വീകാര്യമല്ല. അതിലേക്കാൾ വലസ്തു ഉബാലി ഹീന ഉഖ്തൽ മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഇ എന്ന് മഹാനായ ഖുബൈബ് പറഞ്ഞതുപോലെ ആദർശധീരരായി രക്തസാക്ഷിത്വം വഹിക്കലാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ഇറച്ചി വെട്ടി നിങ്ങൾ വിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് പറഞ്ഞ് ആ മുട്ടിയിൽ തലവെട്ടി തലചേതനയറ്റ തല 3-4 ദിവസം ഗോവയുടെ പല കവാടങ്ങളിലും കുന്തത്തിൽ ഉപ്പ് പുരട്ടി സൂക്ഷിച്ചിരുന്നുവെന്ന് ചരിത്രം പറയാൻ. കീഴടങ്ങാത്ത ആർജവബോധമാണ്, ആത്മാഭിമാനബോധമാണ്, സർവോപരി സത്യസന്ധതയുടെ പിൻബലമാണ്, സർവോപരി കരുത്തുറ്റ ഒരു വിശ്വാസത്തിന്റെ അടിത്തറയാണ്. സർവോപരി ആ വിശ്വാസം അതുപോലെ തന്നെ പള്ളിമൂലകളിലും തസ്ബീഹ് മാലകളിലും അതുപോലെ തന്നെ മുസല്ലകളിലും മിഹ്റാബിലും ഒതുങ്ങുന്നല്ല, തെരുവിൽ തീപ്പന്തമായി അതുപോലെ തന്നെ അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും സമരജ്വാലകളായി പൊലിച്ച പാരമ്പര്യത്തെ ഊതി ജ്വലിപ്പിക്കുന്ന ഈ ചരിത്ര സംഗമത്തിന് ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാചകം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.